ദിസ് ഈസ് ജസ്റ്റിൻ ബി ജെയിംസ്. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഫ്രീ സാമ്പിൾ എന്ന് പറയുന്ന ഐറ്റത്തിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഫൈനൽ അക്കൗണ്ട്സിൽ. അപ്പോൾ അതിൻ്റെ മീനിങ്ങിലേക്ക് നമുക്കൊന്ന് നോക്കാം. സംടൈംസ് ഗുഡ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഫ്രീ സാമ്പിൾസ് ഫോർ സെയിൽസ് പ്രൊമോഷൻ. നമ്മുടെ ഏതൊരു ബിസിനസ്സിൻ്റെയും സെയിൽസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഈ സെയിൽസ് പ്രൊമോഷൻ എന്നുള്ളത്, ഇല്ലേ? അപ്പോൾ നമ്മളും പലരും ഉപയോഗിച്ചിട്ടുണ്ട്. ഫ്രീ ആയിട്ട് നമുക്ക് കുറേ സാമ്പിളുകൾ കിട്ടും, ഇല്ലേ? അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അക്കൗണ്ടിങ്ങിലേക്ക് വരുമ്പം എങ്ങനെയാണ് അതിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്, ഇല്ലേ? നമ്മൾ ഫ്രീ സാമ്പിളായിട്ട് കൊടുക്കുന്ന സമയത്ത് ആക്ച്വലി നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് കുറഞ്ഞു പോവുകയാണ്, ഇല്ലേ? ഗുഡ്സിൻ്റെ വാല്യൂ കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്, റൈറ്റ്? സോ ഓൺ ദ അതർ ഹാൻഡ് ദ സ്റ്റോക്ക് ഗെറ്റ്സ് റെഡ്യൂസ്ഡ് ബൈ ഗുഡ്സ് ഓഫ് സച്ച് വാല്യൂ. നമുക്ക് 50,000 രൂപയുടെ സ്റ്റോക്ക് ഉണ്ടായിരുന്ന സ്ഥലത്ത് 5,000 രൂപയുടെ സ്റ്റോക്ക് നമ്മൾ ഫ്രീ സാമ്പിൾ ആയിട്ട് കൊടുക്കുമ്പോൾ ബാക്കി നമുക്ക് എത്രയേ ഉള്ളൂ? 45,000-ൻ്റേത് മാത്രമേ നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളൂ, ഇല്ലേ? അപ്പം അങ്ങനെ വന്നു കഴിയുമ്പം നമ്മൾ എന്ത് ജേർണൽ എൻട്രിയാണ് പാസ് ചെയ്യേണ്ടത്? സോ ദ ജേർണൽ എൻട്രി വിൽ ബി ഫ്രീ സാമ്പിൾ അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസസ്, റൈറ്റ്? ഇത് നമുക്കൊരു എക്സ്പെൻസ് ആണ്, ഇല്ലേ? നമുക്ക് വരുന്നൊരു ചെലവാണ്, അല്ലെങ്കിൽ നമുക്ക് വരുന്നൊരു ലോസ് ആണ്. അതുകൊണ്ടാണ് ഇൻക്രീസ് ഇൻ അസറ്റ് എക്സ്പെൻസ് ആൻഡ് ലോസസ് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഡെബിറ്റ് ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം പർച്ചേസസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ബാലൻസ് ചെയ്യുന്നു. അതായത് നമ്മൾ പർച്ചേസ് ചെയ്ത് വെച്ച സ്റ്റോക്കിൽ എന്ത് വന്നു? കുറവ് വന്നിരിക്കും. സാധാരണ നമുക്കറിയാം പർച്ചേസിന് നമ്മൾ ഡെബിറ്റ് ബാലൻസ് ആണ് കൊടുക്കുന്നത്, ഇല്ലേ? പക്ഷെ ഇവിടെ നമുക്ക് എന്താണ്? ക്രെഡിറ്റ് ബാലൻസ് ആണ് വന്നിരിക്കുന്നത്. കാരണം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന പർച്ചേസ് ചെയ്ത് വെച്ചിരുന്ന സ്റ്റോക്കിൽ നമുക്ക് കുറഞ്ഞു. അതുകൊണ്ട് നമ്മൾ അതിന് എന്ത് കൊടുക്കുന്നു? ക്രെഡിറ്റ് ബാലൻസ് നമ്മൾ കൊടുക്കുന്നു. സോ ദ ജേർണൽ എൻട്രി വിൽ ബി ഫ്രീ സാമ്പിൾ ഓർ അഡ്വർടൈസ്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസസ്. സോ ഫൈനൽ അക്കൗണ്ട്സിൽ നമുക്ക് രണ്ടിടങ്ങളിൽ അതിന്റെ റിഫ്ലക്ഷൻ കാണിക്കണം. ഒന്നെന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഡിഡക്റ്റഡ് ഫ്രം പർച്ചേസസ് ഇൻ ദ ട്രേഡിംഗ് അക്കൗണ്ട്, ഇല്ലേ? ട്രേഡിംഗ് അക്കൗണ്ടിൽ നമുക്ക് പർച്ചേസ് എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ട് അവിടെ, ഇല്ലേ? ആ പർച്ചേസിൽ നിന്നും ഈ ഒരു എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് കാണിക്കണം. ഇപ്പം ഉദാഹരണത്തിന് പർച്ചേസ് നമുക്ക് എല്ലാം കൂടെ ഒരു 50,000 ഉണ്ടെന്ന് കരുതുക. അതിൽ നിന്ന് നമ്മൾ ഈ ഫ്രീ സാമ്പിൾ ആയിട്ട് കൊടുത്ത 5,000 എന്ത് ചെയ്യണം? കുറച്ച് ബാക്കി 45,000 ആയിരിക്കണം നമ്മൾ അവിടെ കാണിക്കേണ്ടത്. കാരണം പർച്ചേസ് ചെയ്ത 50,000 രൂപയുടെ സ്റ്റോക്ക് മാറ്റി വെച്ചാൽ അതിൽ 5,000 രൂപയുടെ അടുത്ത് കൊടുത്തു. ഇനി നമ്മുടെ 5,000 രൂപയുടേത് ഇല്ല. എത്രണ്ണയും കൂടെ ഉള്ളൂ? ഇനി 45,000 ബാക്കിയേ നമ്മുടെ കയ്യിൽ ഉള്ളൂ, റൈറ്റ്? രണ്ടാമത് ഇനി ചെയ്യേണ്ടത് ഇറ്റ് വിൽ ബി ഷോൺ ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് ദി P&L അക്കൗണ്ട് ബിക്കോസ് ഇറ്റ് ഈസ് ആൻ എക്സ്പെൻസ്, ഇല്ലേ? നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിനുള്ളത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് P&L അക്കൗണ്ട് വരച്ചു കഴിയുമ്പം P&L അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എന്ത് കാണിക്കണം? ഈ പറയുന്ന ഐറ്റം നമ്മൾ കാണിച്ചിരിക്കണം. കാരണം നമുക്ക് അതൊരു എക്സ്പെൻസ് ആണ്, ഇല്ലേ? ബിസിനസിനെ സംബന്ധിച്ച് അത് നമുക്കൊരു എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് P&L അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ഈ പറയുന്ന എമൗണ്ട് കാണിച്ചിരിക്കണം. സോ ഇത്രയുമായിരിക്കും അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ എന്താണ് അതിന്റെ മീനിങ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അതിന്റെ ജേർണൽ എൻട്രി ആയിട്ടുള്ള ഫ്രീ സാമ്പിൾ അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസസ് എന്നുള്ള ജേർണൽ എൻട്രി നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ ഫൈനൽ അക്കൗണ്ട്സിൽ രണ്ടിടങ്ങളിൽ അതിന്റെ റിഫ്ലക്ഷനും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു സോ മച്ച് ഗൈസ്.